ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വാട്സപ്പ് അറിയാതെ ലോഗൗട്ടായി, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ലോഗൗട്ട് ചെയ്തു, എന്നിട്ട് വീണ്ടും നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ടല്ലാതെ നമുക്ക് വെരിഫിക്കേഷൻ കോഡ് വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെരിഫിക്കേഷന് വേണ്ടി അതിൽ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കോൾ ചെയ്യുമ്പോൾ കോളായിട്ട് വെരിഫിക്കേഷൻ കോഡ് പറഞ്ഞുതരും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ നമ്മൾ ട്രൈ ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പിൽ വെരിഫിക്കേഷൻ കോഡ് വരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല, നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള സിമ്മിൻ്റെ പ്രശ്നമാണെന്നൊക്കെ ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു 100% സംഭവിക്കാറുണ്ട്. പക്ഷേ 100% നമ്മുടെ വാട്സപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മുടെ വാട്സപ്പിലെ വെരിഫിക്കേഷൻ കോഡ് വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. തുടർന്ന് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ തന്നെ കാരണം എൻ്റെ ഒരു സുഹൃത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ടെന്ന് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്, മടിക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ മൊബൈൽ ഫോണിലുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്തു. വാട്സപ്പിൽ താഴെ ആഗ്രി കണ്ടിന്യൂ എന്ന ബട്ടൺ കാണും. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ ഫോൺ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എൻ്റെ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. ആ ഒരു സമയത്ത് ഇതുപോലെ ഒരു പോപ്പ് മെസ്സേജ് വരും. ഇതിൽ എഡിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വാട്സപ്പിൽ എൻ്റർ ചെയ്ത് കൊടുത്ത വാട്സപ്പ് നമ്പർ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പിൽ എൻ്റർ ചെയ്ത് കൊടുത്ത വാട്സപ്പ് നമ്പർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഓക്കെ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ വാട്സപ്പിൽ എൻ്റർ ചെയ്ത് കൊടുത്ത വാട്സപ്പ് നമ്പർ കറക്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഓക്കെ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അന്നേരം വെരിഫൈയിങ് യുവർ നമ്പർ എന്ന പേജ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് SMS ആയിട്ട് വരുന്ന വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വാട്സപ്പിലെ വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ ഫോണിലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഡോണ്ട് റിസീവ് കോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. ആ ഒരു സമയത്ത് താഴെ പോപ്പ് ആയിട്ട് വരും. അവിടെ റീസെൻറ്റ് SMS എന്നൊരു ബട്ടൺ കാണും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഞാനിവിടെ റീസെൻറ്റ് SMS എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അന്നേരം നമുക്ക് നമ്മുടെ വാട്സപ്പിലെ വെരിഫിക്കേഷൻ കോഡ് നോട്ടിഫിക്കേഷൻ ആയിട്ടോ SMS ആയിട്ടോ വരേണ്ടതാണ്. വരുന്നില്ല. പക്ഷേ ഇവിടെ ടൈമിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതായത് 1.5 മിനിറ്റ്, 1 മണിക്കൂർ, അങ്ങനെയൊക്കെ ഇവിടെ ടൈം കൂടിക്കൂടി വരും. അപ്പോൾ ആ ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും വാട്സപ്പിലെ ഈ വെരിഫിക്കേഷൻ കോഡ് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് SMS ആയിട്ട് വരാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ റീസെൻറ്റ് SMS എന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിലെ വെരിഫിക്കേഷൻ കോഡ് വരാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. പക്ഷേങ്കിൽ ഇവിടെ വരുന്നില്ല. പകരം അവസാനം ഒരുപാട് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ വരും. അതായത് യു റീസെൻ്റ്ലി കണക്റ്റഡ്, പ്ലീസ് വെയിറ്റ് 1 hour ബിഫോർ ട്രൈ അഗെയിൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഓക്കെ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇനിയും ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 1 മണിക്കൂറൊക്കെ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 24 മണിക്കൂർ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഈ പോപ്പ് വിൻഡോയിൽ താഴെ കോൾ മീ എന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാട്സപ്പിൽ വെരിഫിക്കേഷൻ കോഡ് കോൾ വെരിഫിക്കേഷൻ വരുത്താം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും ഇതേപോലെ പോപ്പ് മെസ്സേജിൽ യു കുഡൻറ്റ് കോൾ യുവർ നമ്പർ, പ്ലീസ് ചെക്ക് യുവർ നമ്പർ ആൻഡ് ട്രൈ അഗെയിൻ ഇൻ 1 hour എന്നൊക്കെ എഴുതിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ഓക്കെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോപ്പ് മെസ്സേജ് പോയിക്കോളും. എന്തായാലും ഇങ്ങനെ നമ്മൾ വാട്സപ്പിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ വെരിഫിക്കേഷൻ കോഡ് വരുന്നില്ല, അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോൾ വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വാട്സപ്പ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാനോ ഉപയോഗിക്കാനോ സാധിക്കുകയില്ല. ഇത് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. അതിനെ ആദ്യം നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആ ഒരു സിമ്മിൻ്റെ ഫോൺ നമ്പറിലേക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള റീചാർജ് പ്ലാൻ നമ്മൾ ചെയ്തിരിക്കണം. എങ്കിലും നമുക്ക് വാട്സപ്പിൽ വരുന്ന വെരിഫിക്കേഷൻ കോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് SMS ആയിട്ട് വരികയുള്ളൂ. ഇനി നമ്മുടെ മൊബൈൽ ഫോണിലെ സിമ്മിൽ റീചാർജ് ചെയ്തിട്ടും ഇതേ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള വാട്സപ്പിൻ്റെ ഐക്കണിലേക്ക് ലോങ് പ്രസ് ചെയ്യുക. അപ്പം പൊങ്ങിയിട്ട് ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന ഭാഗത്ത് താഴെ ക്ലിയർ ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ 2 ഓപ്ഷൻസ് വരും.
ക്ലിയർ ക്യാഷ് ആൻഡ് ക്ലിയർ ഓൾ ഡാറ്റ. അതിൽ ആ 2 ഓപ്ഷനിലും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓക്കെ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പിലുള്ള എല്ലാ ഡാറ്റാസും ഇവിടെ മൊത്തത്തിൽ നമുക്ക് ക്ലിയർ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഞാൻ ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ സെർച്ച് ബാറിൽ വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്തു. അന്നേരം നമ്മുടെ വാട്സപ്പ് ഇവിടെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും. എന്നാലും നമ്മളിവിടെ ഈ അപ്ഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് ബീറ്റ വെർഷൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വെർഷനിൽ നമ്മുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പിൽ OTP വെരിഫിക്കേഷൻ വരാതെ ആ ഒരു പ്രശ്നം അവിടെ കാണിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹെൽപ്പ് എന്ന ഓപ്ഷൻ വരും, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് ദിസ് ഡസൻറ്റ് ആൻസർ മൈ ക്വസ്റ്റ്യൻ എന്ന ഓപ്ഷൻ കാണാം, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ കോൺടാക്ട് സപ്പോർട്ടിൽ ഡിസ്ക്രൈബ് യുവർ പ്രോബ്ലം എന്ന ഭാഗം കാണാം. അവിടെ നമ്മുടെ വാട്സപ്പിലേക്ക് OTP വെരിഫിക്കേഷൻ കോഡ് വരാത്ത ആ ഒരു പ്രോബ്ലം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കണ്ടൻറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടൻറ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇതേപോലെ ആ ഒരു കണ്ടൻറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. തുടർന്ന് അതിൻ്റെ ഇടയിൽ ആഡ് സ്ക്രീൻഷോട്ട്സ് എന്ന ഭാഗത്ത് 3 പ്ലസ് ബട്ടൺ കാണാം. അതിൽ ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പെർമിഷൻ ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കുക. അന്നേരം നമ്മുടെ ഫോൺ ഗാലറി ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. ഫോൺ ഗാലറി നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു പ്രോബ്ലം വാട്സപ്പിലെ വെരിഫിക്കേഷൻ കോഡ് വരാത്ത ആ ഒരു ഭാഗത്ത് സ്ക്രീൻഷോട്ട് ഉണ്ട്, അത് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇങ്ങനെ ഇവിടെ 3 സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല. ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് താഴെ ദിസ് ഡസൻറ്റ് ആൻസർ മൈ ക്വസ്റ്റ്യൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ജിമെയിൽ പോപ്പ് ആയിട്ട് വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് വാട്സപ്പിൻ്റെ ജിമെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കണക്റ്റ് ആവും. അതോടൊപ്പം നമ്മുടെ ജിമെയിലിൽ നിന്ന് വാട്സപ്പിൻ്റെ സപ്പോർട്ട് ജിമെയിലിലേക്ക് മെയിൽ അയക്കാൻ രൂപത്തിലായിരിക്കും ഇത് കണക്റ്റ് ആയിട്ടുണ്ടാവുക. അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ വാട്സപ്പിലെ പ്രോബ്ലം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത ആ കണ്ടൻറ്റും ഇവിടെ വലിയൊരു മെയിൽ മെസ്സേജായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മുകളിൽ കാണുന്ന സെൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് സെൻഡ് ചെയ്യുക. അപ്പോൾ അത് വാട്സപ്പിൻ്റെ സപ്പോർട്ട് ജിമെയിലിലേക്ക് സെൻഡ് ആവുന്നതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ജിമെയിലിലേക്ക് വാട്സപ്പിൽ ജിമെയിൽ സപ്പോർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മെയിൽ വരും. അത് നമ്മുടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു മെയിലായിരിക്കും നമുക്ക് വന്നിട്ടുണ്ടാകുക. നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വായിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മൊബൈൽ ഫോണുള്ള വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ വാട്സപ്പിൽ ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറയും, ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ആഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ ഫോൺ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് ഇതുപോലെ പോപ്പ് മെസ്സേജ് വരും. അതിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തത് കറക്റ്റ് ആണെന്ന് ചോദിക്കും. അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഓക്കെ എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈയിങ് യുവർ നമ്പർ എന്ന പേജ് വരും. ഇതിലൂടെ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടോ SMS ആയിട്ടോ വരുന്ന വാട്സപ്പിലെ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒടുവിൽ ഇതാ വാട്സപ്പിലെ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ SMS ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ വെരിഫിക്കേഷൻ കോഡ് വരുമ്പോൾ നമ്മുടെ വാട്സപ്പിൽ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു പോപ്പ് മെസ്സേജ് വരും. അതിൽ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ കാണും, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് തുടർന്ന് വരുന്നതിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ചോദിക്കുന്ന പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുത്തു പോകുമ്പോൾ വാട്സപ്പിൽ പ്രൊഫൈൽ ഇൻഫോ ഭാഗം വരും. ഇവിടെ നമ്മുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. നമ്മുടെ പേരൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്ന ഭാഗത്ത് നമുക്ക് വേണ്ടത് സെറ്റപ്പ് ചെയ്യുക. എന്നിട്ട് സ്കിപ്പ് അടിക്കുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ഇവിടെ ഇതേപോലെ ലോഗിൻ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി വാട്സപ്പ് സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വാട്സപ്പിൽ വെരിഫിക്കേഷൻ കോഡ് വരാത്ത ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.